ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് മീനില്ലാതെ എന്നാൽ മീൻകറിയുടെ ടേസ്റ്റിൽ കോവയ്ക്ക കൊണ്ട് ഒരു കറി തയ്യാറാക്കാം. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക നമുക്ക് 4 ആക്കി നീളത്തിൽ കണ്ടിച്ചെടുക്കാം. കോവയ്ക്ക അരിഞ്ഞതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക്, ഇനി ഒരു ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞത് ചെറുതായി വരട്ടിയെടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് വരട്ടാം. സബോള വരണ്ട് വന്നതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. തീ കുറച്ച് വെച്ച് ഇതൊന്ന് നന്നായി വരട്ടിയെടുക്കാം. ആ സമയം കൊണ്ട് കോവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭം കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്നും നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. വരട്ടാൻ വെച്ചതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടാം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇവിടെ റെഡിമെയ്ഡ് കിട്ടുന്ന പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം, കുടംപുളി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം കരിയാപ്പില ചേർക്കാം. അരപ്പൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുക. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എരിവും പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. ലേശം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പയ്യെ ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മീനില്ലേലും മീൻകറിയുടെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.